ഹായ് ഹലോ മുഷേനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് ഈ വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ തേടി വരുമോ എന്നൊരു ടോപ്പിക്കിലാണ് നമ്മളൊരു 12 കാർഡ് എടുക്കുന്നുണ്ട്. ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ പറ്റി ചിന്തിക്കാം. നമ്മളെടുത്ത ആ 12 കാർഡിൻ്റെ എനർജി എന്താണ് എന്ന് പറയാം. ആദ്യത്തെ 4 കാർഡുകളും റിവേഴ്സാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങളെ ഉദ്ദേശിച്ച വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ ഒരു ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ നിശ്ചലാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. സ്ട്രെങ്ത് റിവേഴ്സ് വന്നിട്ടുണ്ട്. ഒരു ആത്മവിശ്വാസമില്ലായ്മ, എന്താ പറയുക, ഒരു മനക്കരുത്തില്ലാത്തൊരവസ്ഥ, അതിനെയാണ് കാണിക്കുന്നത്. നിങ്ങളാ ചിന്തിക്കുന്ന വ്യക്തി ഇപ്പോൾ വൈകാരികമായിട്ട് തളർന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ അഭിമുഖീകരിക്കാനുള്ള, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം ഇല്ലാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. ഏസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, റിവേഴ്സാണ്. പുതിയൊരു തുടക്കം ലഭിക്കുന്നതിൽ താമസം നേരിടുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും ഈ ഒരു ബന്ധം പഴയ പോലെ ആകാൻ ടൈം എടുക്കാം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഒരു പാഴ്ശ്രമം പോലെ തോന്നുന്നുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോ അവരോ ഇതിലോട്ട് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുവടുകൾ വയ്ക്കുന്നുണ്ടെങ്കിലും ഒന്നും വർക്കാവുന്നില്ല. ലൈംഗികമായിട്ടോ അല്ലെങ്കിൽ വൈകാരികമായിട്ടോ ഉള്ള ഒരു ആവേശം ഇപ്പോൾ അത് ഇല്ല എന്ന് തന്നെ തീർത്തും പറയാം. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സാണ്. കാരണം അത് പറയുന്നത് സമയം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമല്ല എന്നാണ്. പഴയ ചില കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ കർമാസായിരിക്കാം, അത് തീരാത്തത് കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി വൈകുന്നു എന്നാണ് പറയുന്നത്. എന്താ പറയുക, ഒരു ബാഡ് ലക്ക് ആയിട്ടുള്ളൊരു പീരീഡിൽ കൂടെ ആയിരിക്കാം ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പും നിങ്ങളും കടന്നു പോകുന്നത്. 2 ഓഫ് വാൻസ് വരുന്നത് റിവേഴ്സാണ്. ഭാവി പ്ലാനിങ്ങിലുണ്ടായ പാളിച്ചകളാണ്. കാരണം എങ്ങോട്ട് പോകണം എന്നറിയാത്തൊരു ആശയക്കുഴപ്പം ഈ ഒരു വ്യക്തിക്ക് നിലനിൽക്കുന്നതായിട്ട് പറയുന്നുണ്ട്. എന്ന് നോക്കുമ്പോൾ 3 ഓഫ് കപ്സും 4 ഓഫ് കപ്സ് ഒക്കെ റിവേഴ്സാണ്. 3 ഓഫ് കപ്സ് അല്ല, 4 ഓഫ് കപ്പ് റിവേഴ്സാണ്. 3 ഓഫ് കപ്പിന് എന്താ പറയുക, ഒരു കൂടിച്ചേരലിൻ്റെ കാർഡാണ് പറയുന്നത്. 4 ഓഫ് കപ്പ് പറയുമ്പോൾ റിവേഴ്സായി വന്നത് ശുഭസൂചനയാണ് എന്ന് തന്നെ പറയാം. കാരണം ഇത്രയും കാലം അനുഭവിച്ചിരുന്ന ഒരു വിരസത അല്ലെങ്കിൽ ഒരു ഏകാന്തത, അതിൽ നിന്ന് നിങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിയായിരിക്കാം പുറത്തോട്ട് വരുന്നു, പുതിയൊരു അവസരം കാണാൻ തുടങ്ങുന്നു എന്നൊരർത്ഥമാണ് ആ കാർഡുകൾ കൊടുക്കുന്നത്. ഈ ഒരു ബന്ധത്തിന് ആത്മീയമായിട്ടുള്ളൊരു അടിത്തറയുണ്ട്. വെറും ഒരു പ്രണയത്തിനപ്പുറം പരസ്പര ബഹുമാനമുള്ള ഒരു ബന്ധമായിരിക്കാം അത്. ഒരുപക്ഷെ വിവാഹം അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാകാം. ഫുൾ കാർഡ് വരുന്നുണ്ട്. ഒരു പുതിയ തുടക്കത്തിനെയാണ് പറയുന്നത്. ഭയമില്ലാതെ പഴയതെല്ലാം മറന്ന് ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് ഈ കാർഡ് ഉറപ്പിച്ചു പറയുന്നത്. ചിലപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങളോ അവരോ ഈ ഒരു ബന്ധത്തിൽ തയ്യാറാകുന്നുണ്ട്. ആ വ്യക്തി തിരിച്ചു വരുമോ എന്ന് നമ്മൾ ചോദിച്ചാൽ, നിങ്ങൾ തേടി വരുമോ എന്ന് ചോദിച്ചാൽ 6 ഓഫ് കപ്പ് ഉണ്ട്. ഇതൊരു പാസ്റ്റ് ലൈഫിൻ്റെ അല്ലെങ്കിൽ ഒരു പഴയ ഓർമ്മകളുടെ കാർഡാണ്. ആ ഒരു വ്യക്തി പഴയ നല്ല നിമിഷങ്ങൾ, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ ഓർക്കുന്നുണ്ട്. ഈ കാർഡ് വരുമ്പോൾ തന്നെ ആ ഒരു വ്യക്തിയുടെ തിരിച്ചു വരവിനെ ഒരു നൊസ്റ്റാളജിയാണ് സൂചിപ്പിക്കുന്നത്. 4 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ആഘോഷത്തിൻ്റെ കാർഡാണ്. വീട്, കുടുംബം അല്ലെങ്കിൽ ഒരു ഒത്തുചേരൽ, അത്തരം കാര്യങ്ങളെയാണ് ഈ കാർഡ് ഉറപ്പ് നൽകുന്നത്. വേൾഡ്, സ്റ്റാർ വന്നിട്ടുണ്ട്. ഇത് രണ്ടും മേജർ ആർക്കാന കാർഡുകളാണ്. കാരണം ഒരു വട്ടം പൂർത്തിയായി വേൾഡിൻ്റെ. ഇനി വരുന്നത് എന്താ പറയുക, ഒരു പ്രത്യാശയുടെ ഒരു ഹീലിങ്ങിൻ്റെയൊക്കെ ഒരു സമയമാണെന്ന് പറയുന്ന പോലെയാണ് സ്റ്റാർ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥനകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് ഫലിക്കാൻ പോകുന്നു, സാധിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടാണ് കാണെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരും. പക്ഷേ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു തടസ്സം, ആ വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സിൻ്റെ എനർജി മാറി വരാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം. കാരണം ഈ ഒരു ബന്ധത്തിൽ നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ളത് ആഴത്തിലുള്ള സ്നേഹവും പഴയ ഓർമ്മകളെയും പറയുന്നുണ്ട്. ആത്മീയമായിട്ടുള്ളൊരു പൊരുത്തത്തിനെ പറയുന്നുണ്ട്. സന്തോഷകരമായിട്ടുള്ളൊരു ഒത്തുചേരലിനെ സൂചിപ്പിക്കുന്നുണ്ട്. നെഗറ്റീവായിട്ട് വരുന്നത് ഒരു ആത്മവിശ്വാസക്കുറവാണ്. വിധി ഇപ്പോൾ ഈ ഒരു ബന്ധത്തിനെ തടഞ്ഞ് നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും മാറാനുണ്ട്. അതേപോലെ തന്നെ ശരിയായ പ്ലാനിങ്ങിൻ്റെ കുറവ് കാര്യങ്ങളൊക്കെയാണ് ഈ കാർഡുകൾ പറയുന്നത് നെഗറ്റീവായിട്ട്.
ഇതിന് പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ ആദ്യം ശാന്തമാക്കുക, അതാണ് ആദ്യം വേണ്ടത്. സ്ട്രെങ്ത് കാർഡ് റിവേഴ്സ് ആകുമ്പോൾ, കാരണം നിങ്ങളൊരു ദുർബലനാണ് അല്ലെങ്കിൽ ഒരു ദുർബലയാണ് എന്ന് ആ വ്യക്തിക്ക് തോന്നരുത്. കാരണം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കാനാണ് പറയുന്നത്. അതേപോലെ തന്നെ 4 ഓഫ് കപ്സ് റിവേഴ്സ് പറയുന്ന പോലെ പഴയ പരാതികൾ മാറ്റിവെച്ച് പുതിയൊരു ഊർജത്തിനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുക എന്നാണ് പറയുന്നത്. ക്ഷമ പറയുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് അത് നേരെയാകുന്നത് വരെ കാത്തിരിക്കാനാണ്. ആ ഒരു സമയം നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ, സെൽഫ് ലവ് അല്ലെങ്കിൽ കരിയർ, അതേപോലെ നിങ്ങളൊരു ബ്രാൻഡാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ ഒരു വ്യക്തിയെ വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. സ്റ്റാർ കാർഡ് ലാസ്റ്റ് വരുമ്പോൾ അതൊരു അനുഗ്രഹമാണ്. എല്ലാം ശരിയാകും എന്നൊരു പ്രപഞ്ചത്തിൻ്റെ ഉറപ്പാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയൊരു കുറ്റബോധത്തിൽ കൂടെ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു ബ്ലോക്കിൽ കൂടെ കടന്നു പോകുന്നൊരവസ്ഥയാണ്. നിങ്ങളെ ചിന്തിക്കുന്ന വ്യക്തി നിങ്ങളെ ബന്ധപ്പെടാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാകാം, പക്ഷേ അത് പരാജയപ്പെടുമോ എന്നൊരു പേടി അല്ലെങ്കിൽ പുതിയൊരു നീക്കം നടത്താനുള്ള ഒരു ആത്മവിശ്വാസമില്ലായ്മ, അതൊക്കെയാണ് അവരെ തളർത്തുന്നത്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. സാമ്പത്തികമായിട്ടോ കുടുംബപരമായിട്ടോ ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടാകാം. അവർ നിങ്ങളോടൊപ്പമുള്ള പഴയ നല്ല നിമിഷങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്രമാത്രം ആ ലൈഫ് സന്തോഷമായിരുന്നു എന്നൊരു ചിന്ത അവരെ വേട്ടയാടുന്നുണ്ട്. നിങ്ങളായിട്ട് സംസാരിക്കണമെന്നും പഴയതുപോലെ ആഘോഷമാകണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. നിങ്ങളെ ഗൗരവമായിട്ട് തന്നെ കാണുന്നൊരു വ്യക്തിയായിരിക്കും അവർ. കാരണം ഒരു തമാശയ്ക്കുള്ളൊരു ടൈം പാസ് പോലെ ആയിട്ടല്ല ഈ ഒരു ബന്ധത്തിനെ നിങ്ങളോ അവരോ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ഒരു ഒരു സ്ഥിരമായിട്ടുള്ളൊരു ബന്ധത്തിലോട്ട് അതിൻ്റെ ചിന്തകൾ വരുന്നുണ്ട്. ഒരു കമ്മിറ്റ്മെൻറ്റ് നൽകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇപ്പോൾ ഈ നിലവിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എല്ലാ തടസ്സങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്യൂസായിട്ട് തോന്നുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്തി മുന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇതിൽ കാർഡുകളുടെ നമ്പറൊക്കെ പറയുമ്പോൾ 21, 17, വേൾഡ് കാർഡ് വരുമ്പോൾ 21 ആണ്, സ്റ്റാർ കാർഡ് വരുമ്പോൾ 17 ആണ്, 4 ഓഫ് വൺസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ചൂടുള്ളൊരു സമയം, നല്ല വേനൽക്കാലം, ആ ഒരു സമയത്തായിരിക്കാം. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചകളിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ മാറ്റം കണ്ടു തുടങ്ങും എന്നാണ് പറയുന്നത്. 4 ഓഫ് വൺസ്, 4 ഓഫ് കപ്സ്, 6 ഓഫ് കപ്പൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ 4 to 6 നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഒരു 4 ആഴ്ചയ്ക്കും ഒരു 6 മാസത്തിനുള്ളിലൊക്കെ വലിയൊരു മാറ്റം നടക്കാം, അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിൽ. കാരണം ആ സ്റ്റാർ ഓഫ് കാർഡ് പറയുന്നത് നിങ്ങളുടെ ആ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഫലം ലഭിക്കുന്ന ഒരു സമയം അധികം വിദൂരമല്ല എന്നാണ് പറയുന്നത്. പിന്നെ റീഡിങ്ങിൽ നമ്മൾ വേൾഡും സ്റ്റാറൊക്കെ ഒരുമിച്ച് വരുന്നത് വളരെയധികം കുറവാണ്. അത് തന്നെ പറയുമ്പോൾ ആ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ടൊരു ബന്ധം ഒരുക്കുന്നു എന്നാണ് പറയുന്നത്. വേൾഡ് കാർഡൊക്കെ പറയുന്നത് ഒരു പഴയ അധ്യായം പൂർണ്ണമായിട്ട് അവസാനിച്ചു, ഇനി വരുന്നത് പുതിയൊരു അധ്യായമാണ് എന്നാണ്. സ്റ്റാർ കാർഡ് പറയുമ്പോൾ മുറിവേറ്റൊരു മനസ്സുകളൊക്കെ ആണെങ്കിൽ ഒരു ഹീലിംഗ് പ്രോസസ്സിലോട്ട് വരും. നിങ്ങൾ തമ്മിലുള്ള ആ പിണക്കങ്ങൾ മാറി ഒരു സമാധാനം ആ ഒരു ബന്ധത്തിൽ വരും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ബ്ലോക്ക് പോലെ ആയതുകൊണ്ട് നിങ്ങൾ അമിതമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മർദ്ദത്തിലാക്കാതിരിക്കാൻ നോക്കുക. കാരണം ഈ ഒരു സമയം സ്റ്റാർ കാർഡ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തിലും സന്തോഷത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി അവരിലേക്ക് എത്തും. അത് നിങ്ങളിലേക്ക് കൂടുതൽ വേഗത്തിൽ അവരെ ആകർഷിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ അതിൽ മടങ്ങി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. 6 ഓഫ് കപ്പും 4 ഓഫ് വൺസ് ഒക്കെ കാരണം ശക്തമായിട്ടുള്ളൊരു റീയൂണിയനെ സൂചിപ്പിക്കുന്ന കാർഡുകൾ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. കാരണം ഈ കാർഡിലെ ഈ ഡെക്കിൽ നമ്മൾ കൂടുതലും പ്രകൃതിയിലെ എലമെൻസ്, മൃഗങ്ങളുടെ സ്വഭാവം, അതിനെയൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ഇതൊരു സിംഹത്തിൻ്റെ ചിത്രം സ്ട്രെങ്ത്തിൽ വരുന്നുണ്ട്. അത് റിവേഴ്സ് വരുമ്പോൾ ആ വ്യക്തി അവരുടെ ഉള്ളിലെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ ഉഴലുന്നൊരവസ്ഥ, നിങ്ങളെ അഭിമുഖീകരിക്കാനുള്ളൊരു ധൈര്യം ചോർന്നു പോയൊരവസ്ഥ തന്നെയാണ് അത് കാണിക്കുന്നത്. സ്ട്രെങ്ത് റിവേഴ്സ് വരുമ്പോൾ 4 ഓഫ് കപ്പ് റിവേഴ്സ് വരുമ്പോൾ അത് വലിയ പ്രധാനപ്പെട്ട ഒരു മാറ്റം തന്നെയാണ്. കാരണം ഇത്രയും കാലം ഒരു തരം മടുപ്പിലായിരുന്നു. ഇപ്പോൾ ആ വിരസതയിൽ നിന്ന് പതിയെ പുറത്തോട്ട് വരാൻ തുടങ്ങുന്ന ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ആ സ്നേഹത്തിൻ്റെ വില അവർ തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന ഒരു സമയം, ആ ഒരു ഘട്ടം എന്നൊക്കെ പറയില്ലേ.
പിന്നെ അവരൊരു തീരുമാനം എടുക്കാൻ ചിലപ്പോൾ ഭയപ്പെട്ടിട്ടുണ്ടാകാം. ലോകം മുഴുവൻ തന്നെ മുമ്പിലുണ്ടെങ്കിലും എങ്ങോട്ട് തിരിയണം എന്നറിയാത്തൊരവസ്ഥ എന്ന് പറയാം, ഒരു കൺഫ്യൂഷൻ സ്റ്റേജ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഫൂൾ കാർഡ് വരുന്നത്. കാരണം ഒരു വന്യമായിട്ടുള്ള ഒരു സാഹസികതയ്ക്ക് അവര് അതിനുവേണ്ടി മുതിരുന്നു എന്നാണ് പറയുന്നത്. യുക്തിയേക്കാൾ കൂടുതൽ ഹൃദയം പറയുന്നത് കേൾക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുന്ന ഒരു സമയം എന്നൊക്കെ പറയില്ലേ. എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, എനിക്ക് ആ വ്യക്തിയെ കാണണം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ ശക്തമാകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെ കാണാനുള്ള ഒരു ആഗ്രഹം ശക്തമാകുന്ന ഒരു അവസ്ഥ തന്നെ പറയുന്നുണ്ട്. കാരണം ഞാനീ പറഞ്ഞ പോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് വരുമ്പോൾ അത് തിരിച്ചു വരുമ്പോൾ വേൾഡിലേക്കുള്ളൊരു യാത്രയാണ്. വേൾഡ് കാർഡ് വന്നോടെ നിങ്ങളുടെ ആ ഒരു ബാഡായിട്ടുള്ള ഒരു ടൈമിങ് അവസാനിച്ചു എന്ന് തന്നെ പറയാം. കാരണം നിങ്ങളുടെ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ടായിട്ടുണ്ടാവും. അത് തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു എന്താ പറയുക ഒരു മടങ്ങി വരവ് എന്ന് പറയാം. ഇത് വേറൊരു കണ്ടുമുട്ടലല്ല. കാരണം മറിച്ച് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കാവുന്ന ഒന്നായിട്ട് മാറാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തിയുടെ മടങ്ങി വരവ് എന്ന് പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ചില ലക്ഷണങ്ങളൊക്കെ കാണാം. 4, 6, 17, 21 ഈ നമ്പറുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീയതിയോ സമയമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നോക്കാം, നിങ്ങളുടെ ശ്രദ്ധയിൽ വരാൻ വേണമെങ്കിൽ. ചിലപ്പോൾ ഒരു പഴയ സുഹൃത്തിൽ നിന്നുള്ളൊരു സന്ദേശമോ അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ ഒരുമിച്ച് കേട്ട പാട്ടുകളോ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അപ്രതീക്ഷിതമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ, മനഃപൂർവ്വം വെച്ചിട്ടല്ല, അത് ആ വ്യക്തിയുടെ ഒരു ഊർജം നിങ്ങളിലേക്ക് അടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. പിന്നെ രാത്രി കാലങ്ങളിൽ നിങ്ങൾ ആകാശം നോക്കുന്നതോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ കാണുന്നതോ ഒക്കെ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയെ തരും എന്ന് പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്, അതിൽ നിന്നും മാറുക. സങ്കടപ്പെട്ടിരിക്കേണ്ട ഒരു അവസ്ഥയല്ല. നിങ്ങളുടെ ആ ഒരു സങ്കടം ആ ഒരു വ്യക്തിയെ ഭയപ്പെടുത്തുകയുള്ളൂ. പകരം നിങ്ങൾ പ്രത്യാശയോട് കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പറയുന്നുണ്ട്. ആ വ്യക്തി വരുമ്പോൾ പഴയ പരാതികൾ പറഞ്ഞു തുടങ്ങാതെ പുതിയൊരു തുടക്കമായിട്ട് അതിനെ കാണാനാണ് പറയുന്നത്. കാരണം ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വളരെയധികം തീവ്രമാണ്. അവരിപ്പോൾ എന്താ പറയുക, അവരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയയിലായിരിക്കാം. കാരണം കാറ്റ് വീശുന്നത് ഒരു ശരിയായ ദിശയിലേക്കാണ്, നിങ്ങളുടെ അടുത്തേക്കാണെന്നാണ് പറയുന്നത്. അതിലൊരു വിജയമാണ് പറയുന്നത്. ആ വ്യക്തി തേടി വരുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഏസ് ഓഫ് വാൻസിലൊക്കെ വരുന്നത് ഒരു കത്തുന്ന മരക്കൊമ്പനെയാണ് പറയുന്നത്. കാരണം അത് തലതിരിഞ്ഞ് നിൽക്കുമ്പോൾ ആ പറഞ്ഞ വ്യക്തിയുടെ ഉള്ളിലെ സർഗാത്മകതയും അല്ലെങ്കിൽ ഒരു പ്രണയത്തിൻ്റെ ആവേശവും പുകഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അത് കത്തുന്നില്ല. അവർക്ക് നിങ്ങൾ വിളിക്കണമെന്നുണ്ട്, പക്ഷെ അവരുടെ ഉള്ളിൽ ആ ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു പരാജയ ഭീതി അവരൊരു കൂട്ടിലെ പോലെ തളച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയല്ലേ. കാരണം നിങ്ങൾ നൽകിയ ഒരു സ്നേഹത്തിനെയും കരുതലിനെയും ഒക്കെ അവർ കാണാത്ത ഭാവം നടിച്ചിട്ടുണ്ടാകാം. ഇവിടെ റിവേഴ്സ് വരുമ്പോൾ അവർ ആ ഒരു ഏകാന്തതയിൽ പൂർണ്ണമായിട്ടും മടുത്തിരിക്കുന്നു. കാരണം അവരുടെ ചുറ്റുമുള്ള ലോകം ശൂന്യമാണെന്ന് അവർ തിരിച്ചറിയുന്നു. ആ ഒരു തിരിച്ചറിവാണ് അവരെ ഈ ഫൂൾ കാർഡിലോട്ട് വരുന്നത്. ഓക്കെ, കാരണം ഒരു പുതിയൊരു ജന്മം പോലെ തന്നെ ഒന്നും ആലോചിക്കാതെ മുൻവിധികളില്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു തിടുക്കം അവർക്ക് അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. ഒരു ആത്മീയമായിട്ടുള്ളൊരു കൂടിച്ചേരലിൻ്റെ ഇതിന് ഞാൻ പറഞ്ഞു. കാരണം ഇതൊരു നിയമപരമായിട്ടുള്ളൊരു ബന്ധത്തിനെയോ അല്ല കാണിക്കുന്നത്, വളരെ പവിത്രമായിട്ടുള്ളൊരു ഉടമ്പടിയാണ് കാണിക്കുന്നത്. കാരണം അവര് നിങ്ങൾ കാണുന്നത് വെറും ഒരു പങ്കാളിയായിട്ടല്ല, മറിച്ച് ജീവിതത്തിന് അർത്ഥം നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ്. കാരണം ഇതെന്താ പറയുക, ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയാം, ഗ്രാൻഡ് ഡിസൈൻ. കാരണം ഒരു വേൾഡ് ഒരു വലിയ വട്ടം പൂർത്തിയാക്കുന്നു. പഴയ പിണക്കങ്ങൾ, ബ്ലോക്കുകൾ എല്ലാം അവസാനിച്ചിട്ട് ആ സ്റ്റാർ എന്താ പറയുക, അതിനൊരു ഹീലിംഗ് ആയിട്ട് വരുന്നൊരു അവസ്ഥ കാര്യങ്ങൾ പറയുന്നു. ഒരു സൂചനകൾ ഇപ്പോൾ ചിലപ്പോൾ 6 ഓഫ് കപ്പ് ഉള്ളതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം പഴയൊരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു സന്ദേശമോ അയച്ചുകൊണ്ട് നിങ്ങൾക്കൊരു മെസ്സേജിനുള്ളൊരു സാധ്യത വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു തിരിച്ചുവരവ് തന്നെ ഒരു താൽക്കാലികമായിരിക്കില്ല. എന്താ പറയുക, ഒരു വീട് പണിയുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ഒരുമിച്ച് താമസിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വിവാഹത്തിലോട്ട് എത്തുന്നത് പോലെയോ ഗൗരവപരമായിട്ടുള്ള തീരുമാനങ്ങൾ ആ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഏകദേശം ഞാനീ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 4 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്കത് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കാം. അവരിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു സിഗ്നൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് സ്റ്റാർ ആകുക, അതാണ് വേണ്ടത്. പ്രത്യാശ കൈവെടിയാതെ നിങ്ങൾ സമാധാനമായിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഒരു ഊർജം അവരിലോട്ട് എത്തുന്നുള്ളൂ. പിന്നെ ക്ഷമ, ഒന്നും നമുക്ക് വേഗത്തിലാക്കാൻ സാധിക്കില്ല. ഈ വീൽ ഓഫ് ഫോർച്യൂൺ തിരിയുന്നത് തന്നെ ഒരു പ്രപഞ്ചത്തിൻ്റെ സമയത്തിലാണ്. പിന്നെ ആ വ്യക്തി വരുമ്പോൾ നിങ്ങൾ കൂടുതൽ എന്താ പറയുക, തിളക്കം, ബി എ സ്റ്റാർ അതേപോലെ ആയിരിക്കണം. സ്വയം സ്നേഹിക്കുക, സെൽഫ് ലവിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ അറിയാതെയാണെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്നത് നിങ്ങളുടെ കാത്തിരിപ്പിന് അർത്ഥം ഉണ്ടെന്നാണ്. ആ വ്യക്തി ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിലുള്ള തടസ്സങ്ങളെ ഓരോന്നായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു പ്രപഞ്ചശക്തിയാണെങ്കിൽ നിങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.
അപ്പോൾ അവർ നിങ്ങളെ തേടി വരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തേടി വരും. കുറച്ച് സമയം എടുത്തേക്കാം. 4 to 6. നമ്മളൊരു ടൈം പറഞ്ഞത് പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്നതല്ല, ജനറൽ റീഡിംഗ് ആണ്. കാർഡിൽ കണ്ട നമ്പേഴ്സിൻ്റെ ആ പ്രത്യാശയും ഇതിൻ്റെയും പറഞ്ഞാണ്. റെസണേറ്റ് ആകുന്നു നോക്കാം. നിങ്ങളുടെ വ്യക്തമായ എനർജി കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. അത് നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണ് റെസണേറ്റ് ആവുന്നത് അവിടെ പോയി എടുക്കുക. റിവേഴ്സ് കാർഡും കൂടി എടുത്തറിഞ്ഞ് നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞിട്ട് അവിടുന്ന് ഗൈഡൻസ് ആണ് എടുക്കേണ്ടത്. അല്ലാതെ അയ്യോ അങ്ങനെയായല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ ശങ്കിച്ചിരുന്നാൽ റീഡിംഗ് എടുത്തുകൊണ്ടും കാര്യമില്ല, പൈസയും പോയി, പിന്നെ നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കും. അതല്ല പൂർണ്ണമായിട്ടുള്ള മാറ്റം. നമ്മൾ ഇതേപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവും പോസിറ്റീവും പറയും, സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം. താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. പിന്നെ ബ്രേസ്ലെറ്റ് കാര്യങ്ങൾ പലതരം ആവശ്യങ്ങൾക്കായിട്ടുള്ള വണ്ണം കൂട്ടാൻ, വണ്ണം കുറയ്ക്കാൻ, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, മണി മാഗ്നറ്റ്, പ്രണയത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ പല രീതിയിലുള്ള ഇതുണ്ട്. താല്പര്യമുള്ളവർ മാത്രം, ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ധരിച്ചിട്ട് കാര്യമുള്ളൂ. താല്പര്യമുള്ളവർ മാത്രം നോക്കുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയ റീഡിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെ ബൈ ഫ്രം വിഷയം.